ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്. നമ്മളിന്ന് സെക്കൻഡ് സെമ്മിലെ ഒന്നാമത്തെ മൊഡ്യൂളാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, 2, 3, 4 മൊഡ്യൂൾ നമ്മൾ കഴിഞ്ഞതാണ്. ഇപ്പം ഇന്ന് ഒന്നാമത്തെ മൊഡ്യൂൾ സ്റ്റാർട്ട് ചെയ്യുന്നു. മൊഡ്യൂൾ 1 സർക്കുലർ മോഷൻ ആൻഡ് റൊട്ടേഷണൽ ഡൈനാമിക്സ്. സർക്കുലർ മോഷൻ ആൻഡ് റൊട്ടേഷണൽ ഡൈനാമിക്സ്. ഇപ്പോൾ നമ്മൾ സെമസ്റ്റർ 1 ലീനിയർ മോഷനാണ് പഠിച്ചിരുന്നത്. ഇപ്പോൾ ന്യൂട്ടൻ്റെ ലോ അപ്ലൈ ചെയ്യുമ്പോഴും ഇക്വേഷൻസ് ഓഫ് മോഷനൊക്കെ അപ്ലൈ ചെയ്തതൊക്കെ ലീനിയർ മോഷനിലായിരുന്നു, അതായത് നേരെയുള്ള വസ്തുക്കളുടെ ചലനം. ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത് റൊട്ടേഷണൽ മോഷനും സർക്കുലർ മോഷനുമാണ്. ഓക്കെ, അതാണ് സർക്കുലർ മോഷൻ ആൻഡ് റൊട്ടേഷണൽ ഡൈനാമിക്സ് മൊഡ്യൂൾ 1. അപ്പോൾ ആദ്യം നമ്മൾ നോക്കുന്നത് സർക്കുലർ മോഷൻ. അപ്പോൾ എന്താണ് സർക്കുലർ മോഷൻ? ദ മോഷൻ ഓഫ് എ പാർട്ടിക്കിൾ എലോങ് ദ സർക്കംഫറൻസ് ഓഫ് എ സർക്കിൾ. അതായത് ഒരു പാർട്ടിക്കിളിൻ്റെ മോഷൻ എങ്ങനെ? എലോങ് ദ സർക്കംഫറൻസ് ഓഫ് എ സർക്കിൾ. ഒരു സർക്കിളിന് ചുറ്റുമുള്ള ഒരു പാർട്ടിക്കിളിൻ്റെ മോഷനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സർക്കുലർ മോഷൻ എന്ന് പറയുന്നത്. സർക്കംഫറൻസ് എന്ന് പറഞ്ഞാൽ ചുറ്റളവ് എന്നാണ്. അപ്പോൾ എലോങ് ദി സർക്കംഫറൻസ് ഓഫ് എ സർക്കിൾ എന്ന് പറഞ്ഞാൽ ആ സർക്കംഫറൻസിൻ്റെ ചുറ്റും കറങ്ങുന്ന ഏതൊരു മോഷനെയും നമുക്ക് എന്ത് പറയാം? സർക്കുലർ മോഷൻ എന്ന് പറയാം. അപ്പോൾ ആ പിക്ചർ നോക്കാം. അപ്പോൾ ആദ്യം പാർട്ടിക്കിൾ പി എന്നുള്ള പോയിന്റിലാണ്, പിന്നെ അങ്ങനെ സഞ്ചരിച്ച് ക്യൂ എന്നുള്ള പോയിന്റിലെത്തി. ഓക്കെ, അപ്പോൾ കവർ ചെയ്ത ഡിസ്റ്റൻസാണ് എസ്. ഓക്കെ, പി മുതൽ ക്യൂ വരെയുള്ള ഡിസ്റ്റൻസാണ് എന്ത്? എസ്. അവിടെ ആർ അതിൻ്റെ റേഡിയസാണ്, ആ സർക്കിളിൻ്റെ റേഡിയസാണ് 6. അപ്പോൾ അവിടെ വേറൊരു ടേമിനും കൂടി ഡിസ്പ്ലേസ്മെൻറ്റ് വരുന്നുണ്ട്, തീറ്റ അല്ലേ? ഇപ്പോൾ ക്യൂ എന്നുള്ള പോയിൻ്റ് ഇങ്ങനെ മാറുന്നതിനനുസരിച്ച് തീറ്റ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. ആ തീറ്റയ്ക്കാണ് നമ്മൾ ആംഗുലാർ ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ആംഗുലാർ ഡിസ്പ്ലേസ്മെൻറ്റ്. അപ്പോൾ ഇവിടെ ഒരു റിലേഷൻ നോക്കുക. ആംഗിൾ ഈക്വൽ ടു ആർക്ക് ബൈ റേഡിയസ് എന്ന് പറഞ്ഞിട്ടൊരു റിലേഷൻ ഉണ്ട്. ആംഗിൾ ഈക്വൽ ടു ആർക്ക് ബൈ റേഡിയസ്. ഓക്കെ, അപ്പോൾ ആംഗിൾ ഇവിടെ എന്താണ്? തീറ്റ. ആർക്ക് എന്താണ്? എസ് ആണ്. എസ് ആണ് അവിടെ ഒരു ത്രികോണം കാണുന്നില്ലേ? ഒ പി ക്യൂ എന്ന് പറഞ്ഞിട്ടുള്ള ത്രികോണം പോലെ നമുക്ക് കാണാം. ഓക്കെ, അതിൽ ആംഗിൾ എന്താണ്? തീറ്റ. അപ്പോൾ ആർക്ക് എന്താണ്? എസ്. റേഡിയസ് എന്താ? 6. അപ്പോൾ ആംഗിൾ ഈക്വൽ ടു ആർക്ക് ബൈ റേഡിയസ് എന്നുള്ള ഇക്വേഷനിൽ നിന്ന് നമുക്ക് തീറ്റ ഈക്വൽ ടു എന്ത് എഴുതാം? എസ് ബൈ ആർ എന്ന് എഴുതാം. ഓക്കെ, തീറ്റ ഈക്വൽ ടു എസ് ഡിവൈഡഡ് ബൈ ആർ. ദെൻ തീറ്റ ഈസ് ദ ആംഗുലാർ ഡിസ്പ്ലേസ്മെൻറ്റ്. തീറ്റയ്ക്കാണ് നമ്മൾ എന്ത് പറയുന്നത്? ആംഗുലാർ ഡിസ്പ്ലേസ്മെൻറ്റ്. അപ്പോൾ നമുക്ക് ഇനി ആംഗുലാർ വെലോസിറ്റി എന്താണെന്ന് നോക്കാം. ആംഗുലാർ ഡിസ്പ്ലേസ്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ ആംഗുലാർ വെലോസിറ്റി കാണാം അല്ലേ? അപ്പോൾ വെലോസിറ്റി എങ്ങനെ കാണാം? ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ ടൈമാണ്. അപ്പോൾ ആംഗുലാർ വെലോസിറ്റി എങ്ങനെ കാണാം? ആംഗുലാർ ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ ടൈം. അപ്പോൾ ആംഗുലാർ വെലോസിറ്റീനെ റെപ്രസെൻ്റ് ചെയ്യുന്ന ലെറ്ററാണ് ഒമേഗ. സ്മോൾ ലെറ്റർ ഡബ്ല്യു പോലുള്ള ആ ചിഹ്നമാണ് എന്ത്? ഒമേഗ എന്ന് പറയുന്നത്. ആംഗുലാർ വെലോസിറ്റി ഒമേഗ. അപ്പോൾ ആംഗുലാർ വെലോസിറ്റി ഈക്വൽ ടു ആംഗുലാർ ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ ടൈം. ഓക്കെ, ആംഗുലാർ വെലോസിറ്റി എങ്ങനെ കാണാം? ആംഗുലാർ ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ ടൈം. ദാറ്റ് ഈസ് ഒമേഗ ഈക്വൽ ടു ആംഗുലാർ ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? തീറ്റ. അപ്പോൾ ഒമേഗ ഈക്വൽ ടു എന്ത് എഴുതാം? തീറ്റ ബൈ ടി എന്ന് എഴുതാം. ഓക്കെ, ആംഗുലാർ വെലോസിറ്റീൻ്റെ യൂണിറ്റാണ് എന്ത്? റാഡ് പെർ സെക്കൻഡ്. ഓക്കെ, റാഡ് പെർ സെക്കൻഡ്. ദാറ്റ് ഈസ് ആംഗുലാർ വെലോസിറ്റി. Next one is relation between linear speed and angular velocity. അപ്പോൾ ലീനിയർ സ്പീഡും ആംഗുലാർ വെലോസിറ്റിയും തമ്മിലുള്ള റിലേഷനാണ് നോക്കുന്നത്. ചിലപ്പോൾ ലീനിയർ വെലോസിറ്റി എന്ന് ചോദിക്കും, രണ്ടും ഒന്ന് തന്നെയാണ്. നമ്മൾ ലീനിയർ സ്പീഡാണ് കാണുന്നത്. ലീനിയർ സ്പീഡും ആംഗുലാർ വെലോസിറ്റി. അപ്പോൾ ലീനിയർ സ്പീഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ പണ്ട് പഠിച്ച സ്പീഡ്, ഡിസ്റ്റൻസ് ബൈ ടൈം, അതാണ് ലീനിയർ സ്പീഡ്. ആംഗുലാർ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ സർക്കുലർ മോഷനിൽ വെലോസിറ്റി അറിയപ്പെടുന്നതാണ് എന്ത്? ആംഗുലാർ വെലോസിറ്റി. ഇപ്പോൾ ലീനിയർ സ്പീഡ് വി ഈക്വൽ ടു, ഇപ്പോൾ ലീനിയർ സ്പീഡ് എസ് ഈക്വൽ ടു എന്നല്ല, ലീനിയർ സ്പീഡ് വി എന്നായിട്ടാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. അപ്പോൾ വി ഈക്വൽ ടു എന്ത് എഴുതാം? ഡിസ്റ്റൻസ് ബൈ ടൈം, അതായത് എസ് ബൈ ടി.
നേരത്തെ നമ്മൾ ആ സർക്കിളിൽ എസ് റെപ്രസെൻ്റ് ചെയ്തില്ലേ, സഞ്ചരിച്ച ദൂരം എന്താണ്, എസ് ആണ്. അപ്പോൾ സ്പീഡ് എങ്ങനെ കാണാം, ദൂരം ബൈ സമയം, ദാറ്റ് ഈസ് വി ഈക്വൽ ടു എസ് ബൈ ടി. പക്ഷേ നമ്മൾ തീറ്റ ഈക്വൽ ടു എസ് ബൈ ആർ എന്ന് എഴുതിയിരുന്നു അല്ലേ, അതൊന്ന് എസ് ഈക്വൽ ടു എന്ത് എഴുതാം, ആറ് നേരെ ഈ സൈഡിലേക്ക് വരുമ്പോൾ എന്ത് എഴുതാം, എസ് ഈക്വൽ ടു ആർ തീറ്റ എന്ന് എഴുതാം. അപ്പോൾ വി ഈക്വൽ ടു എസ് ബൈ ടിയിൽ എസ്സിന് പകരം എന്ത് കൊടുക്കുക, ആർ തീറ്റ എന്ന് കൊടുക്കുക. അപ്പോൾ വി ഈക്വൽ ടു എന്ത് എഴുതാം, ആർ തീറ്റ ബൈ ടി എന്ന് എഴുതാം. അപ്പോൾ നമ്മൾ ആംഗുലർ വെലോസിറ്റി കാണാനുള്ള ഇക്വേഷൻ എഴുതി, ഒമേഗ ഈക്വൽ ടു തീറ്റ ബൈ ടിയിലെ, അത് ഈ ഇക്വേഷനിലുണ്ട്. വി ഈക്വൽ ടു ആർ തീറ്റ ബൈ ടിയിൽ തീറ്റ ബൈ ടിക്ക് പകരം നമുക്ക് എന്ത് എഴുതാം, ഒമേഗ എന്ന് എഴുതാം. അപ്പോൾ വി ഈക്വൽ ടു എന്ത് എഴുതാം, ആർ ഒമേഗ. വി ഈക്വൽ ടു ആർ ഒമേഗ. ദാറ്റ് ഈസ് ദ റിലേഷൻ ബിറ്റ്വീൻ ലീനിയർ സ്പീഡ് ആൻഡ് ആംഗുലർ വെലോസിറ്റി. ഹിയർ വി ഈസ് ദ ലീനിയർ സ്പീഡ്, ഒമേഗ ഈസ് ദ angular velocity, r is the radius. Okay, then next one is relation between angular velocity and frequency. അപ്പോൾ ഈ റിലേഷൻ നമുക്ക് പ്രോബ്ലത്തിനൊക്കെ ആവശ്യമുള്ളതാണ്. ആംഗുലർ വെലോസിറ്റി ആൻഡ് ഫ്രീക്വൻസി. ഒമേഗ ഈക്വൽ ടു എന്താണ്, തീറ്റ ബൈ ടി ആണ്. അപ്പോൾ ഈ പാർട്ടിക്കിൾ ഈ സർക്കുലർ മോഷൻ കംപ്ലീറ്റ് ചെയ്ത് വരുമ്പോൾ, അതായത് ഒരു പ്രാവശ്യം തിരിഞ്ഞ് വരുമ്പോൾ തീറ്റ എന്തിന് ഈക്വലായിരിക്കും, 360 ഡിഗ്രി തിരിഞ്ഞിട്ടുണ്ടാവും. 360 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ മാത്സിൽ പഠിച്ചിട്ടുണ്ടാവും, 2 പൈ ആണ്. പൈ എന്ന് പറഞ്ഞാൽ 180 ഡിഗ്രിയാണ്. അപ്പോൾ 2 പൈക്ക് ഈക്വലായി മാറിയിട്ടുണ്ടാവും. എപ്പോഴോ, ഒരു പ്രാവശ്യം തിരിഞ്ഞ് വരുമ്പോൾ. അപ്പോൾ ഒരു പ്രാവശ്യം തിരിഞ്ഞ് വരുമ്പോൾ ടൈം എന്തിന് ഈക്വലായിരിക്കും, ടൈം പീരീഡിന് ഈക്വലായിരിക്കും. ദാറ്റ് ഈസ് ക്യാപിറ്റൽ ടി. അപ്പോൾ ഒമേഗ ഈക്വൽ ടു നമുക്ക് എന്ത് എഴുതാം, 2 പൈ ബൈ ടി. ഏത് ടി ആണ്, ക്യാപിറ്റൽ ടി. അപ്പോൾ 2 പൈ ബൈ ടി എന്ന് വരും. ഇതിൽ 1 ബൈ ടി എന്ന് പറഞ്ഞാൽ എന്താ, ഫ്രീക്വൻസിയാണ്. ഓക്കെ, 1 ബൈ ടി പറഞ്ഞാൽ എന്താണ്, ഫ്രീക്വൻസി. അപ്പോൾ ഇതിൽ 2 പൈ ബൈ ടിക്ക് പകരം നമുക്ക് എന്ത് എഴുതാം, 2 പൈ ഇൻറ്റു ഫ്രീക്വൻസി എന്ന് എഴുതാം. ദാറ്റ് ഈസ് ഒമേഗ ഈക്വൽ ടു 2 പൈ എഫ്. ഓക്കെ, ദാറ്റ് ഈസ് ദ റിലേഷൻ ബിറ്റ്വീൻ ആംഗുലർ വെലോസിറ്റി ആൻഡ് ഫ്രീക്വൻസി. ഒമേഗ കാണാനുള്ള ഇക്വേഷനാണെന്ത്, 2 പൈ എഫ്. നെക്സ്റ്റ് വൺ ഈസ് ആംഗുലർ ആക്സിലറേഷൻ. നമുക്കറിയാം ആക്സിലറേഷൻ എന്ന് പറഞ്ഞാൽ എന്താ, റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വെലോസിറ്റിയാണ്. അപ്പോൾ ആംഗുലർ ആക്സിലറേഷൻ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, ദ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ആംഗുലർ വെലോസിറ്റി. ആംഗുലർ ആക്സിലറേഷനെ റെപ്രസെൻ്റ് ചെയ്യുന്ന ലെറ്ററാണ് ഇത്, ആൽഫ. ഓക്കെ, അപ്പോൾ ആംഗുലർ വെലോസിറ്റി എങ്ങനെ കാണാം, ഫൈനൽ വെലോസിറ്റി മൈനസ് ഇനീഷ്യൽ വെലോസിറ്റി ബൈ ടൈം. ദാറ്റ് ഈസ് ഫൈനൽ ആംഗുലർ വെലോസിറ്റി മൈനസ് ഇനീഷ്യൽ ആംഗുലർ വെലോസിറ്റി ഡിവൈഡഡ് ബൈ ടൈം. ദെൻ ആൽഫ ഈക്വൽ ടു, ആംഗുലർ വെലോസിറ്റി എങ്ങനെ റെപ്രസെൻ്റ് ചെയ്യുന്നത്, ഒമേഗ. അപ്പോൾ ഒമേഗ 1 ആൻഡ് ഒമേഗ 2 നമുക്ക് എന്തായിട്ട് എടുക്കാം, ഇനീഷ്യലും ഫൈനലും ആയിട്ട് എടുക്കാം. അപ്പോൾ ആൽഫ ഈക്വൽ ടു എന്ത് എഴുതാം, ഒമേഗ 2 മൈനസ് ഒമേഗ 1 ഡിവൈഡഡ് ബൈ ടി. അപ്പോൾ ഒമേഗ ഈക്വൽ ടു നമ്മൾ നേരത്തെ ആദ്യം പഠിച്ച റിലേഷനിൽ വി ഈക്വൽ ടു എന്താണ്, ആർ ഒമേഗയാണ്. വി ഈക്വൽ ടു ആർ ഒമേഗ. അപ്പോൾ അതൊന്ന് ഒമേഗ ഈക്വൽ ടു എന്ത് എഴുതാം, വി ബൈ ആർ എന്ന് എഴുതാം. ഓക്കെ, അപ്പോൾ ഒമേഗ 2ന് പകരം നമുക്ക് എന്ത് എഴുതാം, V2 ബൈ ആർ മൈനസ് ഒമേഗ 1ന് പകരം എന്ത് എഴുതാം, V1 ബൈ ആർ. ഓക്കെ, അപ്പോൾ V2 ബൈ R2 എന്ന് എഴുതാത്ത എന്തുകൊണ്ടാണ്, റേഡിയസ് മാറില്ല അല്ലേ, റേഡിയസ് സെയിം ആവില്ലേ. അപ്പോൾ R2 R1 എന്ന് എഴുതണ്ട, ഒമേഗയ്ക്ക് പകരം V ബൈ ആർ. അപ്പോൾ ഒമേഗ 2ന് പകരം V2 ബൈ ആർ. അപ്പോൾ ആൽഫ ഈക്വൽ ടു V2 ബൈ ആർ മൈനസ് V1 ബൈ ആർ ഹോൾ ഡിവൈഡഡ് ബൈ ടി. ഇപ്പം അടുത്ത് നോക്കുക, V2ലും ആറുണ്ട്, V1ലും ആറുണ്ട്. അപ്പോൾ ആറിനെ പുറത്തുണ്ട് എഴുതുക, രണ്ടിനെ അരിക്കാനാണ്. അപ്പോൾ V2 മൈനസ് V1 ഡിവൈഡഡ് ബൈ എന്ത് എഴുതാം, RT എന്ന് എഴുതാം. ഓക്കെ, അതായത് V2 ബൈ ആർ മൈനസ് V1 ബൈ ആർ ആണ്. അപ്പോൾ V2 മൈനസ് V1 ബൈ ആർ എന്ന് എഴുതിയാൽ മതി, രണ്ടിനും ആറുണ്ട്. അപ്പോൾ ആറിനെ ബൈ ടീൻ്റെ ഒപ്പം എഴുതുക, അതും അരിക്കാനാണ്, ആറുകൊണ്ടും. അപ്പോൾ ആൽഫ ഈക്വൽ ടു V2 മൈനസ് V1 ഡിവൈഡഡ് ബൈ RT. അപ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് V2 മൈനസ് V1 ബൈ ടി എന്താണ്, ഫൈനൽ വെലോസിറ്റി. ഏത് വെലോസിറ്റി, ലീനിയർ.
നമ്മൾ v-u/t എന്ന് എഴുതിയിട്ടില്ലേ, അത് തന്നെയാണ് ഫൈനൽ വെലോസിറ്റി മൈനസ് ഇനീഷ്യൽ വെലോസിറ്റി ബൈ ടൈമാണത്. v2 - v1/t. അതെന്താണ്? ആക്സിലറേഷനാണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു എ, ലീനിയർ ആക്സിലറേഷൻ. അപ്പോൾ ആൽഫ ഈക്വൽ ടു v2 - v1/tക്ക് പകരം കൊടുക്കുക എ. ദെൻ ആൽഫ ഈക്വൽ ടു എ ഡിവൈഡഡ് ബൈ ബാക്കി എന്തും കൂടി ഉണ്ട്, ഒരു ആറും കൂടി. അപ്പോൾ ആൽഫ ആംഗുലർ വെലോസിറ്റി ആംഗുലർ ആക്സിലറേഷൻ ആൽഫ കാണാനുള്ള ഇക്വേഷനാണ് a/r. ഓക്കെ, അതിന് വേണമെങ്കിൽ എ ഈക്വൽ ടു എന്തെഴുതാം, ആർ ആൽഫ എന്ന് എഴുതാം. എ ഈക്വൽ ടു ആർ ആൽഫ. അപ്പോൾ അത് എന്തും കൂടിയായി, ലീനിയർ ആക്സിലറേഷനും ആംഗുലർ ആക്സിലറേഷനും തമ്മിലുള്ള റിലേഷനും കൂടിയാണിത് അല്ലേ. ആൽഫ ഈക്വൽ ടു a/r. ഓക്കെ, അപ്പോൾ ആംഗുലർ ആക്സിലറേഷൻ എന്ന് പറഞ്ഞാൽ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ആംഗുലർ വെലോസിറ്റി. ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ω2 - ω1/t. ഇനി ലീനിയർ ആക്സിലറേഷനും കൂടി വരണമെങ്കിൽ എങ്ങനെ എഴുതാം, ആൽഫ ഈക്വൽ ടു a/r. ആംഗുലർ ആക്സിലറേഷൻ്റെ യൂണിറ്റാണ് rad/s². rad/s ആംഗുലർ വെലോസിറ്റി എങ്കിൽ ഒരു സെക്കൻഡും കൂടി അതിൽ വരും. ദാറ്റ് ഈസ് rad/s². ദാറ്റ്സ് ദ യൂണിറ്റ് ഓഫ് ആംഗുലർ ആക്സിലറേഷൻ. ദെൻ നെക്സ്റ്റ് വൺ, ഇക്വേഷൻസ് ഓഫ് ആംഗുലർ മോഷൻ. നമ്മൾ ലീനിയർ മോഷൻ്റെ 3 ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട്. v = u+at, s = ut + ½ at², v² = u² + 2as. ഇതിവിടെ എഴുതിയിട്ടുണ്ട്. ഇത് എഴുതിയത് എന്തിനാ വെച്ചാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഇത് മനസ്സിലാവും. ഇക്വേഷൻസ് ഓഫ് ആംഗുലർ മോഷൻ. ആംഗുലർ മോഷനിലാവുമ്പോൾ ഫൈനൽ വെലോസിറ്റി എന്താ, ω2. അപ്പോൾ വിക്ക് പകരം എന്തെഴുതുക, ω2 ഈക്വൽ ടു യുവിന് പകരം എന്തെഴുതുക, ഇനീഷ്യൽ വെലോസിറ്റി ω1 പ്ലസ് എക്ക് പകരം ഇവിടെ എന്താ, ആൽഫ. അപ്പോൾ ആൽഫ ടി, ടൈം സെയിം തന്നെ. ദെൻ s = ut + ½ at². എസ് ഡിസ്പ്ലേസ്മെൻറ്റായി. ഇവിടെ എത്തുമ്പോൾ അതെന്തായി, ആംഗുലർ ഡിസ്പ്ലേസ്മെൻറ്റായി. ദാറ്റ് ഈസ് തീറ്റ ഈക്വൽ ടു യുടിക്ക് പകരം ω1t പ്ലസ് ½ at² പകരം ആൽഫ t². ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ ഈസ് v² = u² + 2as ആണ്. അപ്പോൾ v എന്ന് പറഞ്ഞാൽ ω2² ഈക്വൽ ടു ω1² പ്ലസ് 2as പകരം 2 ആൽഫ തീറ്റ. എസ് എന്ന് പറഞ്ഞാൽ ഡിസ്പ്ലേസ്മെൻറ്റ്, ഇവിടെ തീറ്റ ആണ് എന്ത്, ആംഗുലർ ഡിസ്പ്ലേസ്മെൻറ്റ്. അപ്പോൾ ഇക്വേഷൻ ഓഫ് ആംഗുലർ മോഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ലീനിയർ മോഷൻ്റെ ഇക്വേഷൻ അറിഞ്ഞാൽ മതി, എന്നിട്ട് അതിൻ്റെ മാറ്റങ്ങൾ വരുത്തി എഴുതാം. ദാറ്റ് ഈസ് ഇക്വേഷൻസ് ഓഫ് ആംഗുലർ മോഷൻ. നെക്സ്റ്റ് വൺ, സെൻട്രിപിറ്റൽ ആക്സിലറേഷൻ. അപ്പോൾ സെൻട്രിപിറ്റൽ ആക്സിലറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സർക്കുലർ മോഷനിൽ ആക്സിലറേഷൻ്റെ ഡയറക്ഷൻ എപ്പോഴും സെൻറ്ററിലോട്ടായിരിക്കും. ആ ആക്സിലറേഷനാണ് നമ്മൾ സെൻട്രിപിറ്റൽ ആക്സിലറേഷൻ എന്ന് പറയുന്നത്. സെൻട്രിപിറ്റൽ എന്ന് പറഞ്ഞാൽ ടുവാർഡ്സ് സെൻറ്റർ എന്നാണ്. അപ്പോൾ സെൻട്രിപിറ്റൽ ആക്സിലറേഷൻ എന്ന് പറഞ്ഞാൽ ഇൻ ദ കേസ് ഓഫ് ഏത് മോഷനിൽ, സർക്കുലർ മോഷൻ, ദ ആക്സിലറേഷൻ ഈസ് ഓൾവേസ് ടുവാർഡ്സ് ദ സെൻറ്റർ. ദിസ് ഈസ് നോൺ ആസ് സെൻട്രിപിറ്റൽ ആക്സിലറേഷൻ, അല്ലെങ്കിൽ ദിസ് ആക്സിലറേഷൻ ഈസ് നോൺ ആസ് സെൻട്രിപിറ്റൽ ആക്സിലറേഷൻ. അപ്പോൾ സെൻട്രിപിറ്റൽ ആക്സിലറേഷൻ കാണാനുള്ള ഒരു ഇക്വേഷനാണ് a = v²/r. ഓക്കെ, സെൻട്രിപിറ്റൽ ആക്സിലറേഷൻ ഈക്വൽ ടു v²/r. Then next one is centripetal force. The force which produce centripetal acceleration. സെൻട്രിപിറ്റൽ ആക്സിലറേഷൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഫോഴ്സിനെ, അല്ലെങ്കിൽ സെൻട്രിപിറ്റൽ ആക്സിലറേഷൻ ഉണ്ടാവാൻ ആവശ്യമായ ഫോഴ്സിനെയാണ് നമുക്ക് എന്ത് പറയുന്നത്, സെൻട്രിപിറ്റൽ ഫോഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ F = നമ്മൾ പണ്ട് പഠിച്ചിട്ടുണ്ട് ma ആണ്. F = ma എന്നുള്ള ഇക്വേഷൻ. അപ്പോൾ സെൻട്രിപിറ്റൽ ആക്സിലറേഷൻ ആയിരുന്നു എന്താ, v²/r ആണ്. അപ്പോൾ F = എന്ത് എഴുതാം, maക്ക് പകരം mv²/r. അപ്പോൾ സെൻട്രിപിറ്റൽ ഫോഴ്സിന് ഇക്വേഷനാണ് F = ma²/r. യൂണിറ്റ് തന്നെ ഫോഴ്സിൻ്റെ യൂണിറ്റ് ന്യൂട്ടൺ. ഓക്കെ, ദെൻ F = me²/r. Then next one is example for centripetal force. സെൻട്രിപിറ്റൽ ഫോഴ്സിനുള്ള എക്സാമ്പിളാണ്. ചിലപ്പോൾ ചോദിക്കും സെൻട്രിപിറ്റൽ ഫോഴ്സിൻ്റെ എക്സാമ്പിൾ എഴുതാം. അപ്പോൾ ഒന്നാമത്തെ എ കാർ ടേണിങ് എ കർവ്, അതായത് വളവ് തിരിയുന്ന ഒരു കാറ്. അപ്പോൾ സർക്കുലർ മോഷനിലാണ് വളവ് തിരിയുന്ന കാർ എന്ന് പറഞ്ഞാൽ എന്താണ്, അതായത് സർക്കുലർ മോഷനിലാണ്.
ഇപ്പോൾ സർക്കുലർ മോഷനിലുള്ള ഏതൊരു വസ്തുവിനും എന്ത് വേണം? സെൻട്രിപിറ്റൽ ഫോഴ്സ് വേണം. അപ്പോൾ എ കാർ ടേണിങ് എ കാർ അതെന്താണ്? സെൻട്രിപിറ്റൽ ഫോഴ്സിന് എക്സാമ്പിളാണ്. പ്ലാനറ്റ്സ് റിവോൾവ് അറൗണ്ട് ദ സൺ, സൂര്യന് ചുറ്റും കറങ്ങുന്ന പ്ലാനറ്റ്സുകൾ, ഗ്രഹങ്ങൾ, അത് എന്തിന് എക്സാമ്പിളാണ്? സെൻട്രിപിറ്റൽ ഫോഴ്സിന് എക്സാമ്പിളാണ്. ഇലക്ട്രോൺസ് റിവോൾവ് അറൗണ്ട് ദ ന്യൂക്ലിയസ്, ന്യൂക്ലിയസിന് ചുറ്റും ഇലക്ട്രോൺസ് കറങ്ങുന്നുണ്ട് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അതും ഏത് മോഷനാണ്? സർക്കുലർ മോഷനാണ്. അതും എന്തിന് എക്സാമ്പിളായിരിക്കും? അപ്പോൾ സെൻട്രിപിറ്റൽ ഫോഴ്സിന് എക്സാമ്പിളാണ്. ഓക്കെ, ദാറ്റ് ഈസ് സെൻട്രിപിറ്റൽ ആക്സലറേഷൻ, സെൻട്രിപിറ്റൽ ഫോഴ്സ് ആൻഡ് എക്സാമ്പിൾസ്. നെക്സ്റ്റ് വൺ, ബാങ്കിങ് ഓഫ് റോഡ്സ് ആൻഡ് റെയിൽസ്. ബാങ്കിങ് ഓഫ് റോഡ്സ് ആൻഡ് റെയിൽസ്. ഇപ്പോൾ നമ്മൾ വളവുള്ള ഭാഗങ്ങളിൽ, ഇപ്പോൾ റോഡ് വളഞ്ഞ് നല്ല വളവുള്ള സ്ഥലങ്ങളാണ് വിചാരിക്കുക. ഇപ്പോൾ ചുരങ്ങളൊക്കെ ഉള്ള സ്ഥലത്ത്, അല്ലാത്ത സ്ഥലത്തും കാണാം. അപ്പോൾ ചുരങ്ങളുള്ള സ്ഥലത്ത് നമുക്ക് കൂടുതൽ വ്യക്തമായി കാണാം, നല്ല വളവുണ്ടാവും അല്ലേ. അപ്പോൾ ആ വളവുള്ള സ്ഥലത്ത് ഔട്ടർ പോർഷൻ, ഇത് വളവിൻ്റെ പുറം ഭാഗത്തേക്ക് തള്ളി നിൽക്കുന്ന റോഡിൻ്റെ ഭാഗം ഒന്ന് ഉയർത്തി വെച്ചിട്ടുണ്ടാവും ഇന്നർ പാർട്ടിനേക്കാളും. ഓക്കെ, അങ്ങനെ ഉയർത്തി വെച്ചിട്ടുള്ള ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ബാങ്കിങ് എന്ന് പറയുന്നത്. But the outer part of curved rod is raised slightly above the inner, which provides centripetal force. അതെന്ത് പ്രൊവൈഡ് ചെയ്യുന്നു? സെൻട്രിപിറ്റൽ ഫോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നു. അതായത് വളവെത്തിക്കഴിഞ്ഞാൽ റോഡിൻ്റെ ഭാഗം എന്ത് ചെയ്തിട്ടുണ്ടാവും? ഒന്ന് ചെരിച്ചിട്ടുണ്ടാവും. എങ്ങോട്ടാണ് ചെരിക്കുന്നത്? പുറത്തോട്ട് ഉയർത്തിയിട്ട് ഉള്ളിലോട്ട് താഴ്ത്തിയിട്ടും. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? സുഖമായിട്ട് വളവ് തിരിയാം. ഇനി അതല്ല, നിങ്ങൾ വളവുള്ള സ്ഥലത്ത് ഇങ്ങനെ വെച്ചിട്ടുണ്ടാവും. നിങ്ങൾ ബൈക്കിനാണ് പോകുന്നതെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും? ബൈക്കൊന്നും ഇങ്ങനെ ചെരിച്ച് കൊടുക്കും വളവെത്തുമ്പോൾ. അതും എന്തിനു വേണ്ടിയിട്ടാണ്? സെൻട്രിപിറ്റൽ ഫോഴ്സ് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ബാങ്കിങ് ഓഫ് റോഡിൻ്റെ ഇമ്പോർട്ടൻസ് എന്താ? ടു പ്രൊവൈഡ് സെൻട്രിപിറ്റൽ ഫോഴ്സ് ആണ്. ഓക്കെ, എന്താണ് ബാങ്കിങ് ഓഫ് റോഡ്? ഔട്ടർ പാർട്ട് ഓഫ് ദി റോഡ് ഈസ് റൈസ്ഡ് എബോവ് ദാൻ ഇന്നർ പാർട്ട്. അതായത് പുറം ഭാഗം എന്ത് ചെയ്യുന്നു? റോഡിൻ്റെ പുറത്തെ സൈഡ് അകത്തെ ഭാഗത്തിനേക്കാൾ ഉയർത്തി നിർമ്മിക്കുന്നതിനെയാണ് എന്ത് പറയുന്നത്? ബാങ്കിങ് ഓഫ് റോഡ്. അപ്പോൾ ബാങ്കിങ് ഓഫ് റെയിലുണ്ട്, അത് നമുക്ക് പിന്നെ നോക്കാം. അപ്പോൾ ഇഫ് തീറ്റ ഈസ് ആംഗിൾ ഓഫ് ബാങ്കിങ്, അതായത് ഒരു ചെരിവുണ്ടാവും വളവിലെത്തിയ റോഡിന്. ആ ചെരിവാണ് നമ്മൾ തീറ്റ ആയിട്ട് എടുക്കുന്നത്. അപ്പോൾ തീറ്റ ഈസ് ദ ആംഗിൾ ഓഫ് ബാങ്കിങ്. ബാങ്കിങ്ങിൻ ആംഗിളാണ് എന്ത്? തീറ്റ. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ റിലേഷൻ ഉണ്ട്, ടാൻ തീറ്റ ഈക്വൽ ടു വി സ്ക്വയർ ബൈ ആർ ജി. അതിൻ്റെ ഡെറിവേഷൻ നിങ്ങൾക്കില്ല, ഇക്വേഷൻ മാത്രം പഠിച്ചാൽ മതി. ടാൻ തീറ്റ ഈക്വൽ ടു വി സ്ക്വയർ ഡിവൈഡഡ് ബൈ ആർ ജി. ഓക്കെ, വി സ്ക്വയർ ഡിവൈഡഡ് ബൈ ആർ ജി. അപ്പോൾ ദെൻ വി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പീഡ് ഓഫ് വെഹിക്കിളാണ്. വി എന്ന് പറയുന്നത് എന്താണ്? സ്പീഡ് ഓഫ് വെഹിക്കിൾ. ദെൻ ആർ ഈസ് ദ റേഡിയസ് ഓഫ് ദ കർവ്. ആർ എന്താണ്? റേഡിയസ്. ആ വളവ് പറഞ്ഞാൽ ഒരു സർക്കുലർ പാത്ത് ആയിരിക്കില്ലേ, ആ സർക്കിളിനെ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് റേഡിയസ് കിട്ടും. അതാണ് ആർ, റേഡിയസ് ഓഫ് ദ കർവ്. ജി എന്ന് പറഞ്ഞാൽ ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. അങ്ങനെയാണെങ്കിൽ ബാങ്കിങ് ഓഫ് റോഡിൻ്റെ റിലേഷനാണ് ടാൻ തീറ്റ ഈക്വൽ ടു വി സ്ക്വയർ ബൈ ആർ ജി. ഓക്കെ, അതായത് ഔട്ടർ പോർഷൻ ഉയർത്തി വെക്കുന്നതിനാണ് എന്ത് പറയുന്നത്? ബാങ്കിങ് ഓഫ് റോഡ് എന്ന് പറയുന്നത്. അതെന്തിനു വേണ്ടിയിട്ടാണ്? ടു പ്രൊവൈഡ് സെൻട്രിപിറ്റൽ ഫോഴ്സ്. ഇനി നമുക്ക് ബാങ്കിങ് ഓഫ് റെയിൽ എന്താ നോക്കാം. ഇൻ ദ കേസ് ഓഫ് റെയിൽവേ ട്രാക്ക്, ദ ഔട്ടർ റെയിൽ ഈസ് റൈസ്ഡ് അബോവ് ദാൻ ദി ഇന്നർ റെയിൽ. ഓക്കെ, റെയിൽവേ ട്രാക്കിലുണ്ട്, എപ്പോൾ എല്ലാ സമയത്തും ഇല്ല. വളവ് എത്തിക്കഴിഞ്ഞാൽ, വളവുള്ള സമയത്ത്, അതായത് റെയിലിൽ ചെറിയ വളവ് എത്തുന്ന സമയത്ത് എന്ത് ചെയ്യും? ഔട്ടർ റെയിൽ എന്ത് ചെയ്യും? റൈസ്ഡ് അബോവ് ദാൻ ദി ഇന്നർ റെയിൽ. പുറത്തെ റെയിലിനേക്കാളും ഔട്ടർ പോർഷൻ, അതായത് രണ്ട് ഇതുണ്ടാവുമല്ലോ ലൈന്, അതിൽ ഔട്ടർ ലൈൻ എന്ത് ചെയ്യും? ഔട്ടർ റെയിൽ എന്ത് ചെയ്യും? കുറച്ച് ഉയർത്തി വയ്ക്കും. ടു പ്രൊവൈഡ് ഇവിടെ എന്തിനു വേണ്ടിയിട്ട് തന്നെ? ടു പ്രൊവൈഡ് സെൻട്രിപിറ്റൽ ഫോഴ്സ്. അപ്പോൾ നമുക്ക് അതിൻ്റെ റിലേഷൻ ഉണ്ട്, നമുക്ക് നോക്കാം. ഇഫ് എച്ച് ഈസ് ദ ഹൈറ്റ് ഓഫ് ദ ഔട്ടർ റെയിൽ ഓവർ ദ ഇന്നർ റെയിൽ ആൻഡ് ഡി ഈസ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ റെയിൽ. അപ്പോൾ പിക്ചർ നോക്കുക. ഔട്ടർ റെയിലും ഇന്നർ റെയിലും രണ്ട് എൻഡുകൾ. ഔട്ടർ റെയിൽ എന്ത് ചെയ്തിട്ടുണ്ട്? എച്ച് എന്നുള്ള ഹൈറ്റ് ഉയർത്തി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ റെയിലും
രണ്ട് റെയിൽസ് തമ്മിലുള്ള അകലം എത്രയാണ്? ഡി ആണ്, ക്യാപിറ്റൽ ലെറ്റർ ഡി. ഓക്കെ, ദെൻ തീറ്റ ഈസ് ദ ആംഗിൾ ഓഫ് ബാങ്കിങ്. അപ്പോൾ നമുക്ക് സൈൻ തീറ്റ ഈക്വൽ ടു എന്ത് എഴുതാം? ഓപ്പോസിറ്റ് സൈഡ് ഡിവൈഡഡ് ബൈ ഹൈപ്പോട്ടനൂസ് അല്ലേ? സൈൻ തീറ്റ ഈക്വൽ ടു എച്ച് ബൈ ഡി. ഫോർ സ്മാൾ ആംഗിൾസ്, വളരെ ചെറിയ ആംഗിൾ. അപ്പോൾ ഈ റെയിൽവേ ട്രാക്കിലൊക്കെ ഉയർത്തി വയ്ക്കുക പറഞ്ഞാൽ നല്ല ഉയർത്തി വയ്ക്കില്ല, ഒരു ചെറിയൊരു വേരിയേഷനെ വയ്ക്കുള്ളൂ അല്ലേ? അപ്പോൾ അവിടെ തീറ്റ വളരെ കുറവായിരിക്കും. അപ്പോൾ ഫോർ സ്മാൾ ആംഗിൾസ്, വളരെ ചെറുതാണെങ്കിൽ സൈൻ തീറ്റ ഈക്വൽ ടു നമുക്ക് എന്ത് എടുക്കാം? ടാൻ തീറ്റ ആയിട്ട് തന്നെ എടുക്കാം, ചെറിയ വേരിയേഷനെ വരുള്ളൂ. അപ്പോൾ സൈൻ തീറ്റ ഈക്വൽ ടു നമ്മൾ എന്തെടുത്തു? ടാൻ തീറ്റ. അപ്പോൾ ടാൻ തീറ്റേൻ്റെ ഇക്വേഷൻ എന്തായി? എച്ച് ബൈ ഡി ആയി. കാരണം സൈൻ തീറ്റ ഈക്വൽ ടു എച്ച് ബൈ ഡി നമ്മൾ എഴുതി, സൈൻ തീറ്റയ്ക്ക് പകരം നമുക്ക് എന്തെഴുതാം? ടാൻ തീറ്റ. ടാൻ തീറ്റ ഈക്വൽ ടു എച്ച് ബൈ ഡി. പക്ഷേ നമ്മൾ ടാൻ തീറ്റ ആദ്യം കണ്ടുവച്ചിട്ടുണ്ട്. ടാൻ തീറ്റ ഈക്വൽ ടു എന്താ? വി സ്ക്വയർ ബൈ ആർ ജി ആണ്. അപ്പോൾ വി സ്ക്വയർ ബൈ ആർ ജി ഈക്വൽ ടു നമുക്ക് എന്തെഴുതാം? എച്ച് ബൈ ഡി. ദെൻ എച്ച് ഈസ് ഈക്വൽ ടു, ഈ അടിയിലുള്ള ഡി മോളിക്കാണ് പോകില്ലേ? അപ്പോൾ വി സ്ക്വയർ ഡി ബൈ ആർ ജി. അപ്പോൾ എച്ച് ഈസ് ഈക്വൽ ടു എന്തെഴുതാം? വി സ്ക്വയർ ഡി ഡിവൈഡഡ് ബൈ ആർ ജി. ആ എച്ചിനെ പറയുന്ന പേരാണ് സൂപ്പർ എലിവേഷൻ. ഓക്കെ, സൂപ്പർ എലിവേഷൻ. അപ്പോൾ ഇത് എന്താണ്? എച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഔട്ടർ റെയിൽ എത്ര ഉയർത്തി വെക്കണം എന്ന് ക്വസ്റ്റ്യൻ ചോദിക്കുക, പ്രോബ്ലം ചോദിക്കുകയാണെങ്കിൽ അതിന് ഉപയോഗിക്കേണ്ട ഇക്വേഷനാണ് എന്ത്? എച്ച് ഈസ് ഈക്വൽ ടു വി സ്ക്വയർ ഡി ഡിവൈഡഡ് ബൈ ആർ ജി. ഓക്കെ, ദെൻ നെക്സ്റ്റ് അതിൻ്റെ പ്രോബ്ലംസ് ആണ്, നമുക്ക് നോക്കാം. ആംഗുലാർ വെലോസിറ്റി ഓഫ് എ പാർട്ടിക്കിൾ മൂവിങ് അലോങ് എ സർക്കിൾ ചേഞ്ചസ് ഫ്രം 20 to 40 revolution per second in 10 seconds. Find the linear and angular acceleration. Radius equal to 2 meter. ലീനിയർ ആക്സിലറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എയും നമ്മൾ പണ്ട് പഠിച്ച എ. ദെൻ ആംഗുലാർ ആക്സിലറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൽഫ. ഓക്കെ, സർക്കുലർ മോഷനിലുള്ള ആൽഫ. അപ്പോൾ എങ്ങനെ കാണാമെന്ന് നോക്കാം. നമുക്ക് ക്വസ്റ്റ്യൻ ഒന്നുകൂടി നോക്കാം. ആംഗുലാർ വെലോസിറ്റി ഓഫ് എ പാർട്ടിക്കിൾ മൂവിങ് along a circle changes from 20 to 40 revolution per second in 10 seconds. അതായത് ആംഗുലാർ വെലോസിറ്റി എങ്ങനെയാണ് ചേഞ്ച് ചെയ്യുന്നത്? മൂവിങ് along a circle changes from 20 to 40 revolution per second in 10 seconds. 10 സെക്കൻഡ് കൊണ്ട് 20 റവല്യൂഷൻ പെർ സെക്കൻഡ് എന്നുള്ളത് എന്തായി മാറി? 40 റവല്യൂഷൻ പെർ സെക്കൻഡായി മാറി. അതായത് ആംഗുലാർ വെലോസിറ്റിയിലുള്ള മാറ്റം അങ്ങനെയാണ് വരുന്നത്. പക്ഷേ തന്നത് അപ്പോൾ ആംഗുലാർ വെലോസിറ്റി അല്ല, ശ്രദ്ധിക്കണം. റവല്യൂഷൻ പെർ സെക്കൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ 20 റവല്യൂഷൻ പെർ സെക്കൻഡ് എന്ന് പറഞ്ഞാൽ എന്താ? ഒരു സെക്കൻഡിൽ 20 പ്രാവശ്യം ചുറ്റുന്നു. 40 റവല്യൂഷൻ പെർ സെക്കൻഡ് എന്ന് പറഞ്ഞാൽ എന്താ? ഒരു സെക്കൻഡിൽ 40 പ്രാവശ്യം ചുറ്റുന്നു. ഓക്കെ, അപ്പോൾ ഒരു സെക്കൻഡിൽ എത്ര ചുറ്റുന്നു എന്നുള്ളത് എന്താണ്? ഫ്രീക്വൻസിയാണ്. അപ്പോൾ തന്നത് എന്താണ്? 20യും 40യും എന്താണ്? ഫ്രീക്വൻസിയാണ്. ഓക്കെ, അങ്ങനെയാണ് ആംഗുലാർ വെലോസിറ്റി മാറുന്നത്. അപ്പോൾ ഫ്രീക്വൻസി കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ആംഗുലാർ വെലോസിറ്റി കാണാൻ നമ്മൾ പഠിച്ചു. ഒമേഗ ഈക്വൽ ടു 2πf എന്ന് പറഞ്ഞിട്ടൊരു റിലേഷൻ. ഓക്കെ, അപ്പോൾ ഒന്നാമത്തത് എന്താ ചെയ്യുക? ഫസ്റ്റ് ഫ്രീക്വൻസി F1 ഈക്വൽ ടു 20 ഹെർട്സ്, ഫ്രീക്വൻസിയുടെ യൂണിറ്റ്. F2 എന്താണ്? 40 ഹെർട്സ്. ടൈം തന്നിട്ടുണ്ട് 10 സെക്കൻഡ്. റേഡിയസ് തന്നിട്ടുണ്ട് 2 മീറ്റർ. അപ്പോൾ നമുക്ക് ω1 കാണണം. ω1 എങ്ങനെ കാണാം? 2πf, അതായത് 2πf1. ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു 2 × 3.14 × 20 ഈക്വൽ ടു 125.6 rad per second. Then ω2 ഈക്വൽ ടു 2πf, അതായത് 2πf2. 2 × 3.14 × 40, ദാറ്റ് ഈസ് 251.2 rad per second. ഇപ്പോൾ നമുക്ക് എന്തായി? ω1 ω2 ആയി. അപ്പോൾ ഇവിടെ തെറ്റിക്കാനുള്ള ഒരു സാഹചര്യം ആംഗുലാർ വെലോസിറ്റി ഓഫ് എ പാർട്ടിക്കിൾ മൂവിങ്. അപ്പോൾ നമ്മൾ നേരിട്ട് ω1 ω2 20 40 ആയിട്ട് എടുക്കും. അങ്ങനെയല്ല, റവല്യൂഷൻ പെർ സെക്കൻഡാണ് തന്നിട്ടുള്ളത്. അപ്പോൾ അതെന്താണ്? ഫ്രീക്വൻസിയാണ്. ഓക്കെ, ദെൻ ആൽഫ ഈക്വൽ ടു നമ്മൾ ഇക്വേഷൻ പഠിച്ചിട്ടുണ്ടല്ലേ? ഫൈനൽ ആംഗുലാർ വെലോസിറ്റി മൈനസ് ഇനീഷ്യൽ ആംഗുലാർ വെലോസിറ്റി ബൈ ടൈം.
ദാറ്റ് ഈസ് ആൽഫ ഈക്വൽ ടു ഒമേഗ 2 മൈനസ് ഒമേഗ 1/t. അപ്പോൾ ഒമേഗ 2ന് വാല്യൂ കൊടുക്കുക 251.2 മൈനസ് 125.6 ഡിവൈഡഡ് ബൈ ടി. ടി പറഞ്ഞാൽ 10 സെക്കൻഡ്. ദാറ്റ്സ് ഈക്വൽ ടു 12.56 റാഡ് പെർ സെക്കൻഡ് സ്ക്വയർ. ആക്സലറേഷൻ ആയതുകൊണ്ട് റാഡ് പെർ സെക്കൻഡ്. ഇപ്പോൾ കിട്ടിയത് ഏത് ആക്സലറേഷനാണ്? ആംഗുലാർ ആക്സലറേഷനാണ്. ഇനി നമുക്ക് എന്ത് കാണണം? ലീനിയർ ആക്സലറേഷൻ കാണണം. then linear acceleration a equal to r alpha. അപ്പോൾ ആർ ഇവിടെ എന്താണ്? ആർ ആൽഫ എവിടുന്നാണ് വരുന്നത്? ആൽഫ ഈക്വൽ ടു നമ്മൾ a/r കണ്ടെച്ചിരുന്നു. ഓക്കെ, അപ്പോൾ അതിന് എ ഈക്വൽ ടു എന്ത് എഴുതാം? ആർ ആൽഫ. അപ്പോൾ ആർ ഇവിടെ എത്രയാണ്? 2. അപ്പോൾ 2 × 12.56 ഈക്വൽ ടു 25.12. എന്താണ് ലീനിയർ ആക്സലറേഷൻ്റെ യൂണിറ്റ്? മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. അപ്പോൾ 25.12 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. ഓക്കെ, then next one, a cyclist negotiate a curve of radius 20 meter at a speed 8 meter per second. Find the inclination of the plane of the cycle to the vertical. അപ്പോൾ എ സൈക്ലിസ്റ്റ് നെഗോഷിയേറ്റ് എ കർവ് ഓഫ് റേഡിയസ് 20 മീറ്റർ അറ്റ് എ സ്പീഡ് 8 മീറ്റർ പെർ സെക്കൻഡ് എന്ന് പറഞ്ഞാൽ 20 മീറ്റർ റേഡിയസ് ഉള്ള ഒരു വളവ് ഒരു സൈക്ലിസ്റ്റ് എങ്ങനെയാണ് പോകുന്നത്? 8 മീറ്റർ പെർ സെക്കൻഡ് വേഗതയിൽ തിരിഞ്ഞു പോകുന്നു. അതായത് വളവ് തിരിഞ്ഞു പോകുന്നു. അതാണ് നെഗോഷിയേറ്റ് എ കർവ് എന്ന് പറഞ്ഞാൽ. നിങ്ങളോട് കാണാൻ പറഞ്ഞത് ഫൈൻഡ് ദ ഇൻക്ലിനേഷൻ ഓഫ് ദ പ്ലെയിൻ ഓഫ് ദ സൈക്കിൾ ടു ദ വെർട്ടിക്കൽ. അപ്പോൾ ആ സൈക്കിളുകാരൻ ആ വെലോസിറ്റിയിൽ പോകുന്നുണ്ടെങ്കിൽ വെർട്ടിക്കലായി നിൽക്കുന്ന ആ പ്ലെയിനുമായിട്ട് എത്ര ചെരിയണം എന്നാണ്. അപ്പോൾ ഇവിടെ എന്തില്ല? ബാങ്കിങ് ഓഫ് റോഡ് പറഞ്ഞിട്ടില്ല. അപ്പോൾ ബാങ്കിങ് ഓഫ് റോഡ് നടത്തിയിട്ടില്ല. പകരം അയാൾ എന്ത് ചെയ്യാണ്? അയാളെ സൈക്കിൾ ചെരിക്കുക ചെയ്യുന്നത്. അപ്പോൾ എത്ര ചെരിക്കണം എന്നാണ്. അപ്പോൾ നിങ്ങൾ എന്തെന്നെ കാണേണ്ടത്? ടാൻ തീറ്റയെന്ന് തീറ്റ കണ്ടാൽ മതി. അപ്പോൾ അത്ര ആംഗിൾ ഉണ്ടോ അത്ര ആംഗിൾ നിങ്ങൾ ചെരിക്കണം. ഓക്കെ, അപ്പോൾ ബാങ്കിങ് നടത്തിയിട്ടില്ല. ആ ഭാഗത്ത് കൂടെ സൈക്കിൾ പോകുമ്പോൾ സൈക്കിളുകാരൻ വളവായതുകൊണ്ട് 8 മീറ്റർ പെർ സെക്കൻഡിൽ പോകുന്ന സൈക്കിളുകാരൻ എന്ത് ചെയ്യേണ്ടി വരും? സൈക്കിൾ എന്ത് ചെയ്യേണ്ടി വരും? ചെരിച്ച് ഇങ്ങനെ കൊടുക്കേണ്ടി വരും. നല്ല സുഖമായിട്ട് ചെരിഞ്ഞ് പോകാൻ പറ്റുള്ളൂ. ഓക്കെ, വളവ് തിരിഞ്ഞ് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ ടാൻ തീറ്റ ഈക്വൽ ടു എന്താണ്? v²/rg ആണ് നമ്മൾ പഠിച്ചു. അപ്പോൾ ടാൻ തീറ്റ വി എത്രയാണ് ഇവിടെ? 8 ആണ്. അപ്പോൾ 8² ഡിവൈഡഡ് ബൈ 20 × 9.8 ദാറ്റ്സ് ഈക്വൽ ടു 0.3265. ഓക്കെ, ദെൻ തീറ്റ ഈക്വൽ ടു എന്ത് വരും? ടാൻ ഇൻവേഴ്സ്. അപ്പോൾ ടാൻ തീറ്റ ഇതാണെങ്കിൽ തീറ്റ ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് 0.3265 ദാറ്റ്സ് ഈക്വൽ ടു 18.1. അത്ര ചെരിച്ച് കഴിഞ്ഞാലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ആ സൈക്കിളുകാരന് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ആ സ്പീഡിൽ ആ വളവ് തിരിയാൻ പറ്റുള്ളൂ. ഓക്കെ, ഇപ്പോൾ 18.1നെ നിങ്ങൾക്ക് ഡിഗ്രിക്ക് മാറ്റാം. കാൽക്കുലേറ്ററിൽ ഓപ്ഷൻ ഉണ്ടാവും. അതിനെ മാറ്റിയിട്ട് ഡിഗ്രിയിൽ എഴുതാം, അല്ലെങ്കിൽ 18.1 എഴുതിയാലും മതി. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എ ട്രെയിൻ ട്രാവൽ റൗണ്ട് എ കർവ് ഓഫ് 600 മീറ്റർ റേഡിയസ് അറ്റ് എ സ്പീഡ് 72 km/h. If the gauge of the rail is 1.4 meter, by how much must the outer rail is raised? അപ്പോൾ ഇവിടുത്തെ ക്വസ്റ്റ്യൻ, എ ട്രെയിൻ ട്രാവൽ റൗണ്ട് എ കർവ് ഓഫ് 600 മീറ്റർ റേഡിയസ് അറ്റ് എ സ്പീഡ് 72 km/h. 72 km/hലാണ് ആ ട്രെയിൻ ട്രാവൽ ചെയ്യുന്നത്. അതിപ്പോൾ എന്ത് ചെയ്യണം? വളവ് തിരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എത്ര മീറ്റർ റേഡിയസ് ഉള്ള? 600 മീറ്റർ റേഡിയസ് ഉള്ള. ഓക്കെ, ഇഫ് ദ ഗേജ് ഓഫ് ദ റെയിൽ ഈസ് 1.4 മീറ്റർ. ഗേജ് ഓഫ് ദ റെയിൽ എന്ന് പറഞ്ഞാൽ എന്താണ്? രണ്ട് റെയിലുകൾക്കിടയിലുള്ള ദൂരം, അതാണ് 1.4 മീറ്റർ. ബൈ ഹൗ മച്ച് മസ്റ്റ് ദ ഔട്ടർ റെയിൽ ഈസ് റൈസ്ഡ്. അപ്പോൾ അതതിന് സുഖമായിട്ട് അതിൽ കൂടെ പോകണമെങ്കിൽ ഔട്ടർ റെയിൽ എത്ര ഉയർത്തണം എന്നാണ്.
അപ്പോൾ നമ്മൾ സൂപ്പർ എലിവേഷൻ എന്ന് പറഞ്ഞിട്ട് എഴുതിയിരുന്നു എച്ച് കാണാനുള്ള ഒരു ഇക്വേഷൻ. അപ്പോൾ എച്ച് എത്രയെന്ന് കണ്ടാൽ മതി. ഓക്കെ, അപ്പോൾ എച്ച് ഈസ് ഈക്വൽ ടു വി സ്ക്വയർ ഡി ഡിവൈഡഡ് ബൈ ആർ ജി ആണ്. അപ്പോൾ ഇവിടെ ഒരു പ്രശ്നമുള്ളത് 72 km/h 72 km/h നമ്മൾ എന്തിലാണ് ചെയ്യാറ്? മീറ്റർ പെർ സെക്കൻഡിലാണ്. അപ്പോൾ km/h മീറ്റർ പെർ സെക്കൻഡിലേക്ക് മാറ്റണമെങ്കിൽ 72 കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ 72,000 മീറ്റർ ഉണ്ടാവും. അവറിനെ എങ്ങനെ മാറ്റുക? സെക്കൻഡിലേക്ക് മാറ്റണമെങ്കിൽ ഹവർ ഒരു അവർ എന്ന് പറഞ്ഞാൽ എന്താണ്? 60 മിനിറ്റും 60 സെക്കൻഡും ആവും. ഓക്കെ, അപ്പോൾ 60 × 60 കൊണ്ട് എന്ത് ചെയ്യേണ്ടി വരും? ഹരിക്കേണ്ടി വരും. അപ്പോൾ 1000 കൊണ്ട് ഗുണിച്ച് 60 × 60 കൊണ്ട് ഹരിക്കണം. അപ്പോൾ അതിന് പകരം എന്ത് ചെയ്താൽ മതി? 72 × 5/18 ആണ് ചെയ്താൽ മതി. അപ്പോൾ 1000 കൊണ്ട് ഗുണിച്ച് 60 × 60 കൊണ്ട് ഹരിച്ചാൽ അതിന് വെട്ടി ചെറുതാക്കിയിട്ട് നമുക്ക് 5/18 കിട്ടും. അപ്പോൾ km/h മീറ്റർ പെർ സെക്കൻഡിലേക്ക് മാറ്റണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? 5/18 കൊണ്ടാണ് ഗുണിക്കുക, 5/18 കൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ ഇവിടെ 72 × എന്ത് വരും? 5/18. ദാറ്റ്സ് ഈക്വൽ ടു 20 m/s. അപ്പോൾ അത് മീറ്റർ പെർ സെക്കൻഡിലായി. എത്രയാണ്? 20 m/s. ഇനി ഡിസ്റ്റൻസ് തന്നിട്ടുണ്ട് 1.4 മീറ്റർ. പിന്നെ റേഡിയസ് തന്നിട്ടുണ്ട് 600 മീറ്ററാണ്. ജി നമുക്കറിയാം 9.8 m/s². അപ്പോൾ വാല്യൂ ആണ് കൊടുക്കുക. എച്ച് ഈസ് ഈക്വൽ ടു 20² × 1.4 ഡിവൈഡഡ് ബൈ 600 × 9.8. ഓക്കെ, ദാറ്റ്സ് ഈക്വൽ ടു 0.095 മീറ്റർ. അത്രയും ഹൈറ്റിൽ എന്ത് വെക്കണം? ഔട്ടർ റെയിൽ കുറച്ച് ഉയർത്തി വെക്കണം. ദാറ്റ് ഈസ് എച്ച് കാണാനുള്ള പ്രോബ്ലമാണ്. എച്ച് ഈസ് ഈക്വൽ ടു വി സ്ക്വയർ ഡി ഡിവൈഡഡ് ബൈ ആർ ജി. അപ്പോൾ ഇവിടെ ഇഫ് ദ ഗേജ് ഓഫ് ദ റെയിൽ ഈസ് 1.4 മീറ്റർ എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് നിങ്ങളത് നേരിട്ട് എഴുതിയത്. ചിലപ്പോൾ നിങ്ങളോട് പറയും റെയിൽ ഒരു മീറ്റർ ഗേജ് ആണെന്ന്. അപ്പോൾ നിങ്ങൾ ചിലപ്പോഴൊക്കെ കേട്ടിട്ടുണ്ടാവും മീറ്റർ ഗേജ്. അപ്പോൾ മീറ്റർ ഗേജ് ആണെങ്കിൽ പിന്നെ നിങ്ങൾ എത്ര അകലെടുക്കുക? ഡി എത്ര എടുക്കുക? മീറ്റർ ഗേജ് എന്ന് പറഞ്ഞാൽ 1 മീറ്ററാണ് എടുക്കേണ്ടത്. ഇവിടെ സെപ്പറേറ്റ് 1.4 മീറ്റർ തന്നുകൊണ്ട് കുഴപ്പമില്ല. അപ്പോൾ അല്ലാതെ മീറ്റർ ഗേജ് ആണെന്ന് പറഞ്ഞിട്ട് ഒരു പ്രോബ്ലം തരികയാണെങ്കിൽ നിങ്ങൾ എന്ത് എടുക്കുക? ഡി എന്നുള്ള ക്യാപിറ്റൽ ഡി എന്തായിട്ട് എടുക്കുക? 1 ആയിട്ട് എടുക്കുക. ഓക്കെ, അപ്പോൾ ഇവിടെ km/h ട്രെയിനിൻ്റെയൊക്കെ കേസിൽ തരിക. അപ്പോൾ മീറ്റർ പെർ സെക്കൻഡിലേക്ക് മാറ്റണം. ഒന്നെങ്കിൽ 1000 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് 60 × 60 കൊണ്ട് ഹരിക്കണം, അല്ലെങ്കിൽ 5/18 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ഓക്കെ, അപ്പോൾ അതാണ് സർക്കുലർ മോഷൻ്റെ ഭാഗം. ഇനി നമുക്ക് അടുത്ത് റൊട്ടേഷണൽ ഡൈനാമിക്സിൻ്റെ ഒരു ഭാഗമാണ്. അപ്പോൾ സർക്കുലർ മോഷനിലെ ആംഗുലാർ ഡിസ്പ്ലേസ്മെൻറ്റ്, ആംഗുലാർ വെലോസിറ്റി, ആംഗുലാർ ആക്സലറേഷൻ, സെൻട്രിപിറ്റൽ ഫോഴ്സ്, centripetal acceleration, then banking of rod and rail and its problem. Then okay, thank you.